ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 34:14. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, തിന്മയിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കണമെന്നും നന്മ ചെയ്യണമെന്നും. പ്രിയമുള്ളവരെ, എന്താകുന്നു തിന്മ, എന്താകുന്നു നന്മ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ യേശുദമ്പുരാനും സാത്താനും തമ്മിൽ നേർക്കുനേർ നടത്തുന്ന ഒരു സംഭാഷണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. യഥാർത്ഥ നന്മ എന്നത് യേശുദമ്പുരാനും തിന്മ എന്നത് പിശാചുമാണെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. പിശാച് യഥാർത്ഥ തിന്മയാകുന്നവൻ, യഥാർത്ഥ നന്മയാകുന്നവൻ്റെ മുമ്പിലേക്ക് ഈ ലോകത്തിൻ്റെ കുറേ തിന്മകളെ, ഈ ലോകത്തിൻ്റെ കുറേ മോഹങ്ങളെ, ഇഷ്ടങ്ങളെയെല്ലാം നന്മയ്ക്ക് മുമ്പിൽ വെക്കുമ്പോൾ, തിന്മ കൊണ്ട് നന്മയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, തിന്മയുടെ കാൽക്കീഴിലേക്ക് നന്മയെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, യേശുദമ്പുരാൻ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളോട്, തൻ്റെ ആഗ്രഹങ്ങളോട്, തിന്മയുടെ ആഗ്രഹങ്ങളോടെല്ലാം നോ പറഞ്ഞുകൊണ്ട് നന്മ കൊണ്ട് തിന്മയെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, യേശുദമ്പുരാൻ ചെയ്ത ഇതേ പ്രവൃത്തി ഞാൻ ചെയ്യാൻ നമ്മളെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ നന്മയാകുന്നവൻ്റെ പിന്നാലെ സഞ്ചരിച്ച് അവനെ കൂട്ടുപിടിച്ചുകൊണ്ട് തിന്മയെ തോൽപ്പിക്കുക. വീണ്ടും ചെയ്യേണ്ട പ്രവൃത്തി അവിടെ തീരുന്നില്ല, സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുക എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ യേശുദമ്പുരാൻ നന്മ പിന്തുടർന്ന് നന്മയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രൂശിൽ എൻ്റെ തിന്മകൾക്ക് വേണ്ടി യാഗമായി തീർന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ലോകത്തോട് പറഞ്ഞ വർത്തമാനം നിങ്ങൾക്ക് സമാധാനമെന്നാണ്. അവൻ്റെ ക്രൂശിലെ യാഗം കൊണ്ട്, അവൻ്റെ ക്രൂശിലെ വേദന കൊണ്ട് നമുക്ക് അവൻ സമാധാനം പ്രദാനം ചെയ്തു തരുന്നു. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞാൻ നീ സമാധാനത്തിലായിരിക്കണമെന്ന്. ഞാൻ തിന്മയോട് നോ പറഞ്ഞ നന്മ കൊണ്ട് തിന്മയെ തോൽപ്പിച്ച് സമാധാനത്തെ കൂട്ടുപിടിച്ച് യഥാർത്ഥ സമാധാനമാകുന്ന യേശുദമ്പുരാൻ നമുക്ക് മുമ്പിൽ നടന്നതുപോലെ ആ സമാധാനത്തെ പിന്തുടരുന്നവരായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും എല്ലാം നമുക്ക് അനുഗ്രഹപ്രദമായി തീരുന്നത്. നമുക്ക് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാം, പകരം നന്മ ചെയ്യുന്നവരാകാം, സമാധാനം അന്വേഷിക്കുന്നവരാകാം, അതിനെ പിന്തുടരുന്നവരാകാം.